ഒരു 6ാം ക്ലാസ്സിലെ കുട്ടിയാണ് എന്നെ വന്നിട്ടുണ്ട്. ടീച്ചർ നിങ്ങൾ എന്തിനാ ഈ മതത്തിൽ ജനിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ ചോദിച്ചു എന്താ മോനെ കുഴപ്പം, എനിക്ക് നിങ്ങളെ നല്ല ഇഷ്ടം ആയിക്കോട്ടെ, അതിനെന്താ നിങ്ങളെന്താ ഈ മതത്തിൽ എന്തിനാ ജനിച്ചതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താ കുഴപ്പം, നിങ്ങൾ സ്വർഗത്തിൽ പോകൂല. പഠിപ്പിക്കുന്നത് മദ്രസയിൽ രാവിലെ പോയി കഴിഞ്ഞാൽ ഹിന്ദുക്കളെ എങ്ങനെ ചീത്ത വിളിക്കണം, ഹിന്ദുക്കളെ എങ്ങനെ ഇല്ലാതാക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശശികല എന്ന് പറയുന്ന ഒരു വിഷക്കല, ശശികല എന്ന് പറയുന്ന ഒരു ടീച്ചർ, ആ ടീച്ചറിനോട് ഒരു മുസ്ലിം കുട്ടി, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മുസ്ലിം കുട്ടി ചോദിച്ച ചില ചോദ്യങ്ങൾ, വാ തുറന്നാൽ ശശികലയുടെ വാക്കുകൾ മുസ്ലിമീങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട്, ഇവിടെ സ്നേഹത്തിലും വളരെ സന്തോഷത്തിലും സൗഹാർദ്ദത്തിലും കഴിയുന്ന മുസ്ലിമീങ്ങൾക്കിടയിലും ഹിന്ദു മതസ്ഥർക്കിടയിലും അവരെ തെറ്റിപ്പിക്കാൻ, അവർക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ വേണ്ടി തൻ്റെ എല്ലാ കഴിവുകൾ, സ്റ്റേജ് കിട്ടിയാലും പേജ് കിട്ടിയാലും എവിടെ പോയാലും സൗഹാർദ്ദം, സ്നേഹത്തിൽ കഴിയുന്നവർക്കിടയിൽ വിദ്വേഷം പരത്താൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തുന്നത് പലപ്പോഴും നാം കണ്ടവരാണ്. ഈ ശശികലയോട് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ചോദിച്ച ചോദ്യത്തിന് ശശികല അങ്ങ് പറയുമ്പോൾ, ആ ശശികലയോട് ആ വീഡിയോ നാം അത് കേൾക്കണം, ആ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വിദ്യാർത്ഥി ചോദിക്കുന്നുണ്ട് ശശികലയോട്, നിങ്ങൾ എന്തുകൊണ്ട് ഈ മതത്തിൽ ജനിച്ചു, എന്ത് ഈ മതത്തിൽ ജനിച്ചാൽ? അതിന് പറയുന്ന മറുപടി, നിങ്ങൾ സ്വർഗത്തിൽ പോവില്ലല്ലോ, നിങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കഥ ശശികല പറയുന്ന കേൾക്കണം. അതുപോലെ മദ്രസയിൽ വർഗീയതയും തീവ്രവാദവും പഠിപ്പിക്കുന്നു എന്ന രീതിയിലൊക്കെ ഈ അടുത്ത് ശശികലയെ പോലത്തെ മറ്റൊരു പെൺകുട്ടി വന്ന് പറഞ്ഞിരുന്നു. അതിന് അൻസാർ ഉസ്താദ് നല്ല കിടിലൻ മറുപടി കൊടുത്തിരുന്നു. അത് കേൾക്കണം. കാരണം കെട്ടിച്ചമച്ചുണ്ടാക്കുന്നൊരു കഥയാണ് ഇതൊക്കെ. ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. അതിൻ്റെ കമൻറ്റുകളാണ് വളരെ രസകരമായത്. പലരും അതിൽ വന്ന് ചോദിക്കുന്നുണ്ട്, ഇതുവരേക്ക് ഞങ്ങളോട് ഒരാളും ചോദിച്ചില്ലല്ലോ, ഞങ്ങളും അധ്യാപകന്മാരാണ്, ഞങ്ങളോട് ചോദിച്ചില്ല, നീ ഈ വിഷം തുപ്പുന്നത് കൊണ്ടല്ലേ അങ്ങനെ ചോദിച്ചത്? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്ന് പറയുന്നതിൽ ഉണ്ടാകുന്ന അവരുടെ ലക്ഷ്യം മുസ്ലിമീങ്ങൾ എപ്പോഴും എതിരാണ്, ഞങ്ങൾക്കെതിരാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചമഞ്ഞുണ്ടാക്കുന്ന കഥകളാണ്. അല്ലെങ്കിൽ ഏത് വിദ്യാർത്ഥിയാണ് അങ്ങനെ പറഞ്ഞാൽ തന്നെ അങ്ങനെ പറയിപ്പിക്കാൻ ആരാണ് കാരണക്കാരനാക്കിയത്? പറയുന്ന വാക്കുകൾ വളരെ അതിലും വേദനിപ്പിക്കാൻ സാധിക്കുമോ എന്ന് നോക്കുന്നത്. ഇത്തരത്തിലുള്ള വിഷകലകൾ എത്ര വന്നാലും ശശികല ഇവിടെ സ്നേഹത്തിനും സൗഹാർദ്ദത്തിൽ കഴിയുന്ന മുസ്ലിം ഹിന്ദു സഹോദരന്മാർ, ക്രൈസ്തവ സഹോദരന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഒരിക്കലും സാധ്യമല്ല. നിന്നെപ്പോലത്തെ ചില വിഷകലകൾക്ക് ചിലപ്പോൾ അത് പ്രഭാഷണത്തിൽ പറഞ്ഞ് അങ്ങ് പിരിയാന്നല്ലാതെ, അതുകൊണ്ട് 2 പേര് നിൻ്റെ ഈ പ്രഭാഷണം കേട്ട് ഒന്ന് സന്തോഷിച്ചെന്ന് വരും. എന്നാൽ നേരെ കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരുപാട് നല്ല ഹൈന്ദവ സഹോദരന്മാർ, ക്രൈസ്തവ സഹോദരന്മാർ, മുസ്ലിം സഹോദരന്മാരുണ്ട്. നിനക്ക് സ്റ്റേജും പേജും കിട്ടാൻ വേണ്ടി പലതും പറഞ്ഞേക്കാം. ടീച്ചർ എന്ന് പറയുന്നത് ഒരിക്കലും യോഗ്യതയല്ല. എന്നെ ഒരിക്കൽ ടീച്ചർ എന്ന് പറയുന്നത്, അപ്പം ടീച്ചറിന് എന്ത് പറയും? അത് ടീച്ചർ എന്ന് പറയുന്നത് വലിയൊരു സ്ഥാനമാണ്. കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന, സ്നേഹം പകർന്നു കൊടുക്കുന്ന, സൗഹാർദ്ദം പകർന്നു കൊടുക്കുന്ന അത്തരക്കാരെയാണ് ടീച്ചർ എന്ന് പറയാൻ പറ്റുന്നത്. നിന്നെപ്പോലത്തെ വിഷജന്തുക്കളെ ഒരിക്കലും ടീച്ചർ എന്ന് പറയാൻ പറ്റൂല. എവിടെ പറഞ്ഞാലും ഏത് സ്റ്റേജ് കിട്ടിയാലും
മുസ്ലിമുകൾക്കെതിരെ എന്തെങ്കിലില്ല കഥകൾ ചമച്ചുണ്ടാക്കി അവർക്കിടയിൽ പരസ്പരം ഭിന്നത ഉണ്ടാക്കുന്ന, മതങ്ങൾക്കിടയിൽ തീവ്രത ഉണ്ടാക്കുന്ന, മതങ്ങൾക്കിടയിൽ വർഗീയവാദം, അവർക്കിടയിൽ തമ്മിൽ പരസ്പരം ഭിന്നത ഉണ്ടാക്കുന്നവരെ ഒറ്റപ്പെടുത്തൽ അത് കാലഘട്ടത്തിന് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷകലകൾ നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കും. ആ കുട്ടി ചോദിച്ചതും ശശികൽ പറയുന്ന ആ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ആ മനോഹരമായൊരു കഥ നമുക്ക് കേൾക്കണം. എത്ര നല്ല രീതിയിൽ ഒരു കള്ളക്കഥ അവതരിപ്പിക്കുന്നു നോക്കണം. അതുപോലെ മദ്രസയെക്കുറിച്ച് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കൊറോണ കാലഘട്ടത്തൊക്കെ മദ്രസ ഓൺലൈനിലാണ് ക്ലാസ്സൊക്കെ നടന്നിരുന്നത്. ഇന്നും യൂട്യൂബിൽ നോക്കിയാൽ ക്ലാസ് ഉണ്ട്. ഒരിടത്തെങ്കിൽ ഒരു മതത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു ഹിന്ദു സഹോദരനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ സഹോദരനെ കുറിച്ച് എന്തെങ്കിലും ഒരു മോശം, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കിടയിൽ അവർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിച്ചു ഒരു വീഡിയോയെങ്കിലും ഒരിക്കലും കാണാൻ സാധ്യമല്ല. അതിന് അൻസാർ ഉസ്താദ് നൽകുന്ന ഒരു മറുപടിയുണ്ട്. ക്ലാസ് എടുത്ത് കാണിക്കുകയാണ്. മദ്രസയിൽ പഠിപ്പിക്കുന്ന എന്തെന്ന് ശരിക്കും പഠിക്കട്ടെ, കുട്ടികളെ ഇരുത്തി ക്ലാസ് എടുത്ത് കാണിക്കുന്നൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയും കാണണം. ഇത്തരക്കാർ നമ്മുടെ നാടിൻ ആപത്താണ്, നാടിൻ വലിയ മുസീബത്താണ്. ഇവരെ കൊണ്ട് ഒരു നേട്ടവുമില്ല. സ്നേഹത്തിനും സന്തോഷത്തിനും കഴിയുന്ന മുസ്ലിമീങ്ങളും ഹിന്ദു സഹോദരന്മാർക്കിടയിൽ ഉണ്ടാക്കുന്ന ഈ ഭിന്നതകൾ ഇത് രൂക്ഷമായി വലിയ കലാപത്തിലേക്ക് എത്തുന്നല്ലാതെ മറ്റൊന്നും ഇവിടെ നടക്കാറില്ല. ഇവരെ നാടിനും സമൂഹത്തിനും സമുദായത്തിനും വലിയൊരു ഭാരമാണ്. ഇത്തരക്കാരെ നാം ചെറുത്തോൽപ്പിക്കൽ നമ്മുടെ കാലഘട്ടത്തിൻ്റെയും അനിവാര്യമാണ്. ഇത്തരക്കാർ നമ്മുടെ നാടിനെ നശിപ്പിക്കും. ആ ഒരു കഥ ടീച്ചറിനോട് ആ കുട്ടി ചോദിക്കുന്ന ഒരു സംഭവം അത് അവസാനം വരെ കാണുക. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. പഠിപ്പിച്ചിരുന്ന സമയത്ത് ഇത്തരത്തിൽ പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ വിദ്യാർത്ഥികൾ എന്തെങ്കിലും തരത്തില്ല അതിനോട് സംസാരിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് ഒക്കെ തന്നിരുന്നു? അവർ തരാറുണ്ട്. അവർക്ക് ഇഷ്ടമാണ്. എനിക്കതിൽ രസം തോന്നിയിട്ടുള്ളത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ പ്രൈമറി ടീച്ചറായിരുന്നു. അപ്പോൾ പിന്നെ ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരു 6ാം ക്ലാസ്സിലെ കുട്ടിയാണ് എന്നെ വന്നിട്ടുണ്ട്. ടീച്ചർ, നിങ്ങൾ എന്തിനാ ഈ മതത്തിൽ ജനിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ ചോദിച്ചു, എന്താ മോനെ കുഴപ്പം? എനിക്ക് നിങ്ങളെ നല്ല ഇഷ്ടമാണ്, ആയിക്കോട്ടെ, അതിനെന്താ നിങ്ങളെന്താ ഈ മതത്തിൽ എന്തിനാ ജനിച്ചതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്താ കുഴപ്പം? നിങ്ങൾ സ്വർഗത്തിൽ പോകില്ലല്ലോ എന്ന്. നിങ്ങൾ സ്വർഗത്തിൽ പോകില്ലല്ലോ. ഞാൻ പറഞ്ഞു, ശരി, ഞാൻ പോവില്ല, നീ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ, എനിക്ക് ഇന്ന ഇഷ്ടമല്ലേ, അപ്പോൾ ഏതെങ്കിലും കാലത്ത് നീ എനിക്ക് വേണ്ടി ടീച്ചറേയും കൂടി ഒന്ന്, അതൊന്നും പറ്റൂലല്ലോ ടീച്ചറെ, നിങ്ങൾ ഈ മതത്തിലും ജനിച്ചു, ഈ പാർട്ടിയിലും പോയി പെട്ടു. അവൻ 6ാം ക്ലാസ്സുകാരൻ പറയാണ്, നിങ്ങൾ ഈ പാർട്ടിയിലും എന്തിനാ പെട്ട്? കുടിയിലുള്ളവരോടൊന്നും പറയാൻ പറ്റില്ല നിങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെ. അപ്പോൾ ആ കുട്ടി അത്തരം ചില ഇത്, കാരണം അവർക്ക് പറയണമെന്നുണ്ട്, അവർക്ക് പ്രസംഗം ഇഷ്ടമാണ്, പക്ഷേ ഈ പാർട്ടിയിൽ എന്തിനാ പെട്ടെ? അതിനെ അവരെങ്ങനെ വിമർശിക്കുന്നവർ കേൾക്കുന്നുണ്ട്. ഇത് ഞങ്ങൾക്കെതിരാണെന്നുള്ള. പക്ഷെ അത് ഒരിക്കലും അവർ വ്യക്തിപരമായി എന്നോട് കാണിച്ചിട്ടില്ല, ഒരു ഇഷ്ടക്കേടും അവർ കാണിച്ചിട്ടില്ല. ഞാൻ ഈ 36 കൊല്ലത്തിൽ ഒട്ടുമിക്ക വർഷവും ഞാൻ കൈകാര്യം ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ലാംഗ്വേജ് അറബി മാത്രം പഠിക്കുന്ന കുട്ടികളുടെ ക്ലാസ്സുകളാണ്. അപ്പോൾ ആ ക്ലാസ്സിന്റെ സ്വഭാവം ഫസ്റ്റ് ലാംഗ്വേജ് അറബി എടുക്കുന്ന ക്ലാസ്സുകളാണ് ഞാൻ സ്ഥിരമായി കൈകാര്യം ചെയ്തിട്ട്. വൃത്തികെട്ട എന്താ പറയുന്നത്, വൃത്തികെട്ട ഈ വർഗം തന്നെ, അതായത് കോയമാരുടെ വർഗം തന്നെ. അപ്പൊ നിങ്ങളെയൊക്കെ മദ്രസയിൽ നിങ്ങൾ പഠിപ്പിക്കുന്നത് ഇമാതിരി കാര്യങ്ങളായിരിക്കും എന്നുള്ളത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങൾ ഈ കാര്യം തന്നെയാണോ പഠിപ്പിക്കുന്നത്? മദ്രസയിൽ രാവിലെ പോയി കഴിഞ്ഞാൽ ഹിന്ദുക്കളെ എങ്ങനെ ചീത്ത വിളിക്കണം, ഹിന്ദുക്കളെ എങ്ങനെ ഇല്ലാതാക്കണം? ഐഷമോളെ, ഇന്നത്തെ പാഠം നമ്മൾ പഠിപ്പിക്കുന്നതോടൊപ്പം അത് ഷൂട്ട് ചെയ്യാൻ വേണമെന്നില്ല. മദ്രസകളിൽ കുട്ടികൾക്ക് തീവ്രവാദം കുത്തിവെക്കുന്നു എന്നാണ് ചില ആളുകളുടെ ലക്ഷ്യസ്ഥാപനത്തിന് വേണ്ടി അവരാരോപിക്കുന്നത്. അപ്പൊ മദ്രസയിൽ എന്താണ് പഠിപ്പിക്കുന്നത് നമുക്ക് പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണ്ടേ? വേണോ വേണ്ടേ? വേണം. തുടങ്ങില്ല നമ്മുടെ 11ാമത്തെ പാഠം, അഖ്ലാഖിലെ 11ാമത്തെ പാഠം, ഇത് നമ്മുടെ രാജ്യമാണ് എന്നുള്ള പാഠമാണ്. ശ്രദ്ധിക്കുമല്ലോ, നാം ഇന്ത്യക്കാരാണ്. നാം ആരാണ്? ഇന്ത്യക്കാരാണ്. നമ്മുടെ രാജ്യത്തെ നാം സ്നേഹിക്കണം, അല്ലെ? രാജ്യത്തെ നമുക്ക് സ്നേഹിക്കണ്ടേ? സ്നേഹിക്കണം. ഇന്ത്യയിൽ ആർക്കും ഏതു മതവും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ഏത് മതവും എന്ത് ചെയ്യാം? വിശ്വസിക്കാം. ഇന്ന മതം മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ എന്ന് ഇവിടെ നിയമമില്ല. അതോടൊപ്പം തന്നെ ഒരാൾ വിശ്വസിക്കാതിരിക്കാം, അതിനും സ്വാതന്ത്ര്യമുണ്ട്.
ഇവിടെ എല്ലാ മതവിശ്വാസികൾക്കും തുല്യ പ്രാധാന്യവും സംരക്ഷണവും ഭരണഘടന ഉറപ്പു നൽകുന്നു. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമല്ല ഈ രാജ്യത്തിന്റെ സംരക്ഷണവും അവകാശങ്ങളും ഒക്കെ ഉള്ളത്. മറിച്ച് ഈ രാജ്യത്ത് താമസിക്കുന്ന എല്ലാവർക്കും, ഈ രാജ്യത്തിന്റെ പൗരന്മാരായിട്ടുള്ള എല്ലാവർക്കും തുല്യമായ അവകാശങ്ങളും സംരക്ഷണവും നമ്മുടെ ഭരണഘടന, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയല്ല, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്നുണ്ട്. നമ്മുടെ ഇന്ത്യ ജനാധിപത്യ മതേതര രാജ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇവിടെ രാജഭരണമല്ല, മറിച്ച് ജനങ്ങൾ അവരെ ഭരിക്കേണ്ട ആളുകളെ വോട്ടിങ്ങിലൂടെ തെരഞ്ഞെടുക്കുന്ന ജനാധിപത്യ സംവിധാനമാണ്. അതോടൊപ്പം മതേതര രാജ്യമാണ്. എന്താ മതേതരത്വം നമ്മൾ പറഞ്ഞാൽ? രാജ്യത്തിന് മതമില്ല, വ്യക്തികൾക്ക് മതമുണ്ട്. വിശ്വസിക്കാതിരിക്കാം. നാം മതത്തിന്റെ പേരിൽ കലഹിക്കാനോ അന്യമതസ്ഥരെ ദ്രോഹിക്കാനോ പാടില്ല. മതത്തിന്റെ പേരിൽ അല്ലാതെ ഒരു മനുഷ്യൻ എന്ത് ചെയ്യാൻ പാടില്ല? ദ്രോഹിക്കാനോ പാടില്ല. പരസ്പരം സ്നേഹവും മമതയും പുലർത്തണം. അല്ലെ, ആളുകളുടെ എപ്പോഴും സ്നേഹവും മമതയും വേണം. നമ്മുടെ നാടിന്റെ ഐശ്വര്യവും പുരോഗതിയുമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മുടെ രാജ്യത്ത് ജീവിക്കുമ്പം നമുക്ക് പല 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 തരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും. എന്നിരുന്നാൽ തന്നെ നമ്മുടെ പരമമായ ലക്ഷ്യങ്ങളിൽ ഒന്നെന്തായിരിക്കണം? നമ്മുടെ രാജ്യത്തിന്റെ ഐശ്വര്യമായിരിക്കണം. നമ്മുടെ അറിവും ആരോഗ്യവും അതിനുവേണ്ടി ഉപയോഗിക്കപ്പെടണം. നമ്മുടെ അറിവ്, നമ്മൾ പഠിക്കുന്ന വിജ്ഞാനമുണ്ടല്ലോ, അത് നമ്മുടെ രാജ്യത്തിനോട് ഉപയോഗപ്പെടണം. നമ്മുടെ ആരോഗ്യം അതും എന്ത് ചെയ്യണം? നമ്മുടെ രാജ്യത്തിന് ഉപയോഗിക്കപ്പെടണം. നമ്മൾ മുസ്ലിമുകളാണ്, നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ അതൊക്കെ ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന നന്മകൾ അത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി കൂടിയാവണം. ഓക്കെ? മതത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ നാം അംഗീകരിക്കരുത്. ഏത് മതക്കാരായാലും മതത്തിന്റെ പേരിൽ ആളുകൾക്കിടയിൽ ഛിദ്രത ഉണ്ടാക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യരുത്? അംഗീകരിക്കരുത്. അവരെ മാറ്റി നിർത്തുക തന്നെ വേണം. പരസ്പരം കരുണ ചെയ്യുകയാണ് വേണ്ടത്. പരസ്പരം എന്ത് ചെയ്യണം? കരുണ ചെയ്യണം. മറ്റുള്ള മതസ്ഥരെ ആക്രമിക്കാൻ പാടില്ല. ഇതര മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത പറയരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ തന്നെ ഉണ്ട്. നിങ്ങൾ മറ്റ് മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കൾ എന്ത് ചെയ്യരുത്? ചീത്ത പറയരുതെന്ന് ശുദ്ധമായ ഖുർആനിൽ തന്നെ ഉണ്ട്. അപ്പൊ ഒരാളങ്ങനെ ചീത്ത പറയുന്നുണ്ടെങ്കിലും ഒരു മുസ്ലിം അവനൊരു നല്ല മുസ്ലിം അല്ല. തീവ്രവാദവും ഭീകരവാദവും പാടില്ല. ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ നല്ല മുസ്ലിം അല്ല. നാടിന്റെ ഐശ്വര്യവും പുരോഗതിയും നമ്മുടെ ലക്ഷ്യമാണ്. അല്ലെ? ദേശസ്നേഹം സത്യവിശ്വാസിയുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. നല്ലൊരു സത്യവിശ്വാസിയുടെ സ്വഭാവത്തിൽപ്പെട്ട ഒരു സ്വഭാവമാണ് അവൻ താമസിക്കുന്ന രാജ്യത്തോട് ഒരു പൂർണ്ണ സ്നേഹമൊക്കെ ഉണ്ടാകുന്നത്. എല്ലാ മതസ്ഥരും ഒരുപോലെ ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ഒരു ഇന്ത്യയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ടത്. ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ആളുകളുണ്ട്, അംഗഭംഗം വന്ന ആളുകളുണ്ട്, അല്ലെ, ജീവക്ഷവങ്ങളായ ആളുകളുണ്ട്, ഒരുപാട് ത്യാഗപ്പെട്ട് ആക്രമിക്കപ്പെട്ട് ജീവൻ ബലി കൊടുത്ത ആളുകളുണ്ട്. അവരിതൊക്കെ ചെയ്തത് നമ്മുടെ രാജ്യത്ത് അവർ കണ്ടൊരു സ്വപ്നമുണ്ട്. എല്ലാവരും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കണമെന്ന് എല്ലാവരും ആ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ടിരുന്നു. ആ സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കണം. അതിനായി നാം പ്രവർത്തിക്കണം. ഓക്കെ? അപ്പൊ ഇതാണ് നമ്മൾ പഠിപ്പിക്കുന്ന, ഈ ആളുകൾ ആരോപിക്കുന്ന, മദ്രസയിൽ പഠിപ്പിക്കുന്ന 4 ചുവരുകൾക്കുള്ളിൽ തീവ്രവാദം പഠിപ്പിക്കുന്നതൊക്കെ പറഞ്ഞാൽ ഇത് സ്കൂളിലെ സിലബസിൽ പോയാൽ പോലും ഇത്രയും വ്യക്തമായി രാജ്യസ്നേഹത്തെ അനാവരണം ചെയ്യുന്നൊരു പാഠം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇത്രയും വ്യക്തമായി. അപ്പൊ നമ്മൾ ആരാണ്? നമ്മൾ മുസ്ലിമാണ്. അതോടൊപ്പം നമ്മൾ രാജ്യസ്നേഹികളാകണം. നമ്മൾ ഇന്ത്യക്കാരാണ്. ഒരൊറ്റ ഇന്ത്യ, അല്ലെ? ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത.